സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുസ്ലിം വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലിയതാണ് വിവാദമായത്. കായംകുളം നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രാർത്ഥന. അവർക്ക് എല്ലാ ഹൈറും ഇതിന്റെ പിന്നിലൂടെ എല്ലാ ലക്ഷ്യങ്ങളും ഹൈറായ ഒരു പരാജയവും നൽകല്ല. കുടുംബത്തിനും എന്നും സമാധാനം സന്തോഷം നൽകണേ. വരുന്നവർക്കെല്ലാം സമാധാനം സന്തോഷം നൽകണേവർക്ക് കൊടുത്തുകൊടുക്കണേ. നിഷ ദിലീപ് ചേരുന്നു വിവരങ്ങളുമായി. നിഷ, ഇത് എങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ഇതിനെതിരെ ഉയരുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? വീണ, കായംകുളത്തെ മതപ്രാർത്ഥനാ വിവാദത്തിൽ വലിയ എതിർപ്പുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാചസ്പതിയാണ് അല്പസമയം മുമ്പ് ആലപ്പുഴ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെയാണ് കായംകുളം നഗരസഭയുടെ ലീഗ് ഭരിക്കുന്ന 43-ാം വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന പേരിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മന്ത്രി സജി ചെറിയാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ നഗരസഭയുടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം. ചാലിശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിൽ 2 മണിക്കൂറോളം നേരം അവിടെ റാത്തീബ് ചടങ്ങാണ് നടന്നത്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ചാലിശ്ശേരി തങ്ങളും പങ്കെടുത്ത റാത്തീബായിരുന്നു 2 മണിക്കൂറോളം സമയം അവിടെ നടന്നത്. അതിനുശേഷമാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നത്. കായംകുളം നഗരസഭയുടെ 43-ാം വാർഡ് ഐക്യ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. യു പ്രതിഭ MLA-യും ഒപ്പം തന്നെ നഗരസഭാ ചെയർമാനും പ്രതിപക്ഷ നേതാക്കളും അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. പക്ഷേ ഇതിനു മുൻപ് ശരി നിഷ, അതിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു സന്ദീപ് വാചസ്പതി.